ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ചക്കക്കുരു സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അധികം ആരും ട്രൈ ചെയ്ത റെസിപ്പിയുമായിട്ടാണ് ചക്കക്കുരു കൊണ്ടൊരു വട. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലി കളഞ്ഞു മാറ്റി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ചക്കക്കുരുവിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. വളരെ പോഷകസമൃദ്ധമായ ഒരു സീഡാണ് ചക്കക്കുരു. ചക്കക്കുരു ഒരു 4 വിസിൽ കേൾക്കുന്നതിന് വേവിച്ചെടുക്കാം. ഇനി വടയ്ക്ക് ആവശ്യമായ പച്ചമുളക്, സവാള, ഇഞ്ചി എന്നിവ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ ചക്കക്കുരു പൊടി വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അധികം പൊടിയാതെ വേണം ചക്കക്കുരു ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ മിക്സിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് അരിപ്പൊടിയോ മൈദാമാവോ ഗോതമ്പ് പൊടിയോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയാവാനും അധികം ലൂസ് ആവാനും പാടില്ല ഈ മിക്സ്. വടയ്ക്ക് ആവശ്യമായ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളായി എടുത്ത് വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിവിടെ ഓരോന്നും വടയുടെ ഷേപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചക്കക്കുരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ചക്കക്കുരു വട എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇതിടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. നമ്മുടെ വട ഒരു സൈഡ് ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവും രുചിയേറിയതുമായ ചക്കക്കുരു വട ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള ഈ വട കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.